ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, ഇലക്ഷൻ സമയത്ത് ഇലക്ഷന്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം 17C അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഇലക്ഷൻ ഡെമോക്രസിയിലും. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഇലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട്, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. ഇത് ഒരു കൃത്യമായ ഇലക്ഷന്റെ സമയം 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിന്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം, ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. പ്രസിഡന്റ്, ഒരു കാര്യം, അതായത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ജയകുമാർ, അദ്ദേഹത്തിന് ശാസ്തമംഗലത്താണ് സാധാരണ വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവിടെയാണ് വോട്ട്. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു വോട്ട് തൃശ്ശൂരിൽ വന്നു. അത് ചേർക്കുന്നതിൽ തെറ്റില്ല, നിയമപരമായി ശരിയാണ്. പക്ഷേ ഒരു വീട്ടിൽ വോട്ട് ചേർക്കുമ്പോൾ ആ വീട്ടുടമസ്ഥ പോലും ഇങ്ങനെ ഒരു വോട്ടർ ഈ വീട്ടിലുണ്ട് എന്ന കാര്യം അറിയുന്നില്ല. അത് ഏത് രീതിയിലാണ് ഉണ്ടായത്? അല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തു വെച്ച് സ്ക്രൂട്ടിനിക്ക് തന്നപ്പോൾ 65,000 വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ? അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അത് അവരുടെ അവകാശമാണ്, അവരുടെ ഒരു കടമയാണ്. ഞാൻ ഇതിന്റെ മെറിറ്റിൽ പോകുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ, നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത്? അത് കോർട്ടുമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അവിടെ പോയി പരാതി കൊടുക്കുക. ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്ന് ഓരോരോ മെറിറ്റിലേക്ക് പോകാൻ താങ്കൾക്ക് കഴിയാത്തത്? അല്ല, ഞാനല്ലല്ലോ പോണ്ടത്. താങ്കളുടെ പാർട്ടിക്കെതിരെ ഒരു കൃത്യമായ നോക്കൂ, നമ്മൾ തമ്മിലൊരു ആരോപണം ഉയരുമ്പോ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന എന്താ അർത്ഥമുള്ളത്? അല്ല, ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ പറഞ്ഞത് കൃത്യമായ സത്യ പറഞ്ഞത്. ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ഈ ആരോപണം മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ? നോക്കൂ, ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോ ആദ്യത്തെ തവണയാ കാണുന്നത്, കേൾക്കുന്നത്. നോക്കൂ, ആര് മാധ്യമങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല, മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്ന ആരോപണമല്ല, വസ്തുതയാണ്. അപ്പൊ ആ വസ്തുത എങ്ങനെ കാണാതിരിക്കും? പ്രസിഡന്റ് പറയുന്നത് മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു. ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും. ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഒരു കോർട്ടുണ്ട്. അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്താ കൊടുക്കാത്തത്? എന്താണ് അവർ, എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്തു വന്നോ പകുതി നുണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊപ്പഗൻഡ ചെയ്യുന്നത്? അല്ല, ഞാൻ നോക്കൂ, എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. ഞാൻ ഇതാണ് പറയുന്നത്. ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല. ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ്. അവര് ചെയ്യുക, അവരെ പോയി പരാതി കൊടുക്കുക. നിങ്ങളല്ലാലോ അത് ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ, പറയും. ഒരു മണ്ഡലത്തിൽ 6 മാസം സ്ഥിരതാമസമാക്കിയവർക്കാണ് അവിടെ വോട്ട്. അവിടെ സ്ഥിരതാമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് പോയി അവിടെ മറ്റൊരു മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു. അതിൽ തന്നെ ഒരു ഫ്ളാറ്റിൽ, ആ ഫ്ളാറ്റിന്റെ ഉടമ പോലും അറിയാതെ 9 വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ, താങ്കൾ ഒട്ടേറെ കാലത്ത് അതല്ലേ ഇഷ്യൂ. ഒറ്റ നോട്ടത്തിൽ അതിലൊരു ക്രമവിരുദ്ധത താങ്കൾക്ക് കാണാൻ കഴിയുന്നു? എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല. കാരണം ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്.
അവരാണ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. അവർ നോക്കൂ, ചെയ്യുന്നില്ല എന്നുള്ള ആരോപണമാണ് വരുന്നത്. അവർ ബിജെപിക്ക് വേണ്ടി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി അതൊരു ആരോപണമല്ല, അത് അദ്ദേഹം സത്യവാങ്മൂലം തരട്ടെ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ 2014 മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണം മുമ്പോട്ട് വെച്ചിട്ടില്ലേ? എല്ലാം പൊളിഞ്ഞില്ലേ? ഇതിന്റെ 4 ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോ അതും പൊളിഞ്ഞു. അതിനു മുമ്പ് റഫാലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആരാണ്? രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞ്. അതിനു മുമ്പ് ജസ്റ്റിസ് ലോയിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് EVM കുറിച്ച് സംസാരിച്ചില്ലേ? എന്താണ് ഇപ്പൊ EVM മറന്ന് ഇപ്പൊ ഇലക്ട്രൽ റോൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്? ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട്, ഒരു അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾ നോക്ക്, നിങ്ങളാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഗുരുതരമായ ഇഷ്യൂ ആണ്, ഇത് തെറ്റാണ്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ ഞാൻ എന്ത് പറയണം? ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? നിങ്ങൾ ശാസ്തമംഗലത്ത് താമസിക്കുന്ന ഒരാള് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോയി തൃശ്ശൂരിൽ വോട്ട്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, ഞാൻ ഇവിടെ ഇപ്പൊ വോട്ടറായി. അത് തെറ്റാണോ? അപ്പൊ അതിന്റെ അത് ഇങ്ങനെയല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. അതിൽ ഞാൻ അതിന് പങ്കാളിയാവാൻ പോകുന്നില്ല. ഞാൻ നോക്കൂ, എന്നോട് ചോദിക്കരുത്. അത് നിങ്ങളൊരു കൺക്ലൂഷൻ തെളിവ് അല്ല, അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ടിൽ പോവുക. എന്താണ് നിങ്ങൾക്ക്? അല്ല, കോർട്ടിൽ പോകുന്ന ചേട്ടനാണ് വോട്ട് ചേർക്കുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയുടെ മേൽക്കാണ് പൂർണ്ണമായ ആരോപണം വരുന്നത്. സുരേഷ് ഗോപി ഇതിന്റെ മറുപടിയും പറയും. അല്ല, നിങ്ങൾ ഇത് തീരുമാനിച്ചിട്ടാണ്, നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോർട്ട് പൂട്ടി വെക്കാം. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. രാഷ്ട്രീയ നേതാവെന്ന് ആ ലെവലിൽ ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഉള്ളതല്ലേ പറയേണ്ടത്. ഞാൻ പറയുന്നത് എന്താണ്, ഇത് ചെയ്യേണ്ടത്, ഇത് തീരുമാനിക്കേണ്ടത് കോർട്ടും ഇലക്ഷൻ കമ്മീഷനാണ്. അതിനേക്കാൾ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? ജനങ്ങളോട് എന്താണ് പറയേണ്ടത്? ഇത് നിങ്ങളും അതാണ് പറയുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളല്ല അത് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അതൊരു കോർട്ട് പ്രോസസ് ഉണ്ട്. ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റിന്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ എന്താണ് കറക്റ്റ്നെസ് അത് അവർ തീരുമാനിക്കും. അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, 70,000 വോട്ട് കൊണ്ട് ജയിച്ചൊരു സുരേഷ് ഗോപിയോട് 6 വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 6-5 വോട്ട് അല്ല, 10 വോട്ടായിക്കോട്ടെ, 70,000 വോട്ടല്ലല്ലോ. 70,000 വോട്ട് നോക്ക്. ഇതല്ല ഞാൻ പറയുന്നില്ലേ, നിങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്താണ് എന്റെ ഒരു അഭ്യർത്ഥന. 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. 10 കൊല്ലം ഇവരൊന്നും ചെയ്തിട്ടില്ല. 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് ഇവർക്ക് ഒരു ഐ ഓപ്പണിങ്. ഇതുവരെ ഒന്നും ഈ ഇഷ്യൂ ആയിരുന്നില്ലേ? ഇലക്ഷൻ എപ്പോഴാണ് കഴിഞ്ഞു? മെയ് 24 ഐ ഓപ്പൺ. അല്ല, അത് നിങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഇപ്പോ അവർ ചെയ്യുന്നത്? അതൊന്നും ഒന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, എന്റെ ഭഗവാനെ ഒന്നും പറയല്ലേ. ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പില് ഒരു കോർട്ട് പ്രോസസ് ഉണ്ട്. ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് എല്ലാം തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഇപ്പൊ ജയിലിൽ എന്താ ഇല്ലാത്ത? നാഷണൽ സ്കാം നമ്മൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ജയിലിൽ ഇരിക്കാത്തത്? ഒരു കോർട്ട് പ്രോസസ് ഉണ്ട്, അത് ചോദിക്കൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി അഴിമതി നടത്തി പറയുന്നു. അത് നിങ്ങൾ പറയൂ. അതല്ല നിങ്ങൾ എന്നിട്ടും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അതല്ല അതുവരെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ അഴിമതി ആരോപിക്കാതിരിക്കാം എന്ന് BJP പറയുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ട് അഴിമതി ഞങ്ങൾ അക്യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇത് വലിയ ഓവർ സ്മാർട്ട് നോക്ക്.
കോടതിയിൽ ഒരു വിഷയം തീർപ്പാകുന്നത് വരെ താങ്കൾ എല്ലാ വിഷയത്തിലും അതെ, പ്രതികരിക്കും. അതുകൊണ്ടല്ല അപ്പോൾ ഈ ജയിലിൽ പോകാത്തത്. അത് വേറെ താങ്കൾ ആരോപണം അല്ല, ഉന്നയിക്കാൻ നിങ്ങൾ എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി അതിന് മറുപടിയും പറയേണ്ടി വരുന്നില്ലേ? അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലും. നോക്കൂ, ഞാൻ പറയുന്നത് ആരോപണം രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യമായിട്ടല്ല പറയുന്നത്. ആരോപണം എത്രയോ കൊല്ലമായിട്ട് ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അത് ഇന്ന് സത്യമായി എന്ന് നിങ്ങൾ പറയണ്ട, അത് കോർട്ട് തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ഒരു അഴിമതിന്റെ ഒരു മാസ്റ്റർ ഹീറോ ആണെന്ന്. അത് കോർട്ട് പറയും. അതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലൊരു ആരോപണം വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങൾ ആശയപരമായി നേരിടാതെ സിപിഎം പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ വ്യാപകമായിട്ട് ആക്രമിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. നിങ്ങൾ കേട്ടോ കേട്ടില്ലെന്ന് എനിക്കറിയില്ല. ഈ എലക്ഷൻ വരുന്ന ഈ ക്ലോസ് ആയി വരുമ്പോൾ ഇങ്ങനത്തെ നാടകങ്ങൾ ഇനിയും ഉണ്ടാവും. അവർക്ക് ഈ 10 കൊല്ലം എന്തു ചെയ്തു എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ അവർക്കൊരു ആഗ്രഹം. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, അവരുടെ ഒരു രീതിയാണ്. അപ്പോ സുരേഷ് ഗോപി 1.5 കൊല്ലം മുമ്പ് എലക്ഷൻ ജയിച്ചില്ല എന്ന് ലെഫ്റ്റ് പറയുന്നു. ഓക്കെ, പറയട്ടെ. പക്ഷേ ഞങ്ങൾ അതിന് ആ ട്രാപ്പിൽ എന്തിനാ പെടുന്നത്? ഇല്ല, അത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്കങ്ങനെ ഞാൻ കഴിഞ്ഞില്ല. എല്ലാം നുണയൻ. ഞാൻ ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ ഒരു കടുമയൊന്നുമില്ല. അല്ലെന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റിസ് ലോയാണോ, റഫാലാണോ, EVM ആണോ, ഇതെല്ലാം നമ്മൾ തെളിവ് മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതും പൊളിയും, പേടിക്കണ്ട. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇതും പൊളിയും. അല്ല, നോക്കൂ, അപ്പോൾ അതിൽ അവർ കൃത്യമായ ചില തെളിവുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഡാറ്റയും തെളിവുകൾ എന്തുകൊണ്ട് ബിജെപിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല? അത് വെക്കേണ്ട സമയത്ത് അവർ ചെയ്യും. അല്ല, ഇതുവരെ വെക്കുന്നില്ല. അല്ല, ഇപ്പൊ നിങ്ങളുടെ ടൈം ലൈനാണോ ഞങ്ങൾ വെക്കുന്നത്? അത് കോർട്ട് പറഞ്ഞാൽ, ഈസി പറഞ്ഞാൽ അത് വെക്കും. ജനങ്ങൾക്കപ്പം മുന്നിൽ വെക്കണ്ടേ? അല്ല, ആ പ്രോസസ്സ് ജനങ്ങളുടെ മുമ്പിലാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ പിന്നെ എന്തിനാ കോർട്ട്? ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ, ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം ഇത് ഈ നാട്ടിലും ഈ രാജ്യത്തിലും ഒരു പ്രോസസ് ഉണ്ട്. പ്രോസസ് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റമിൽ ഒരു പ്രോസസ് ഉണ്ട്. അതിൽ കോർട്ട്സ് ഉണ്ട്, EC ഉണ്ട്, മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. അവര് നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് ചാടണോ? അതില് അതെപ്പോഴാ? ഇത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇത് എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 കൊല്ലം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മറുപടിയായി പുറത്തുവരുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി പറയുന്ന ട്രാപ്പിലേക്ക് ഞങ്ങൾ വീഴുന്നത് എന്നുള്ളതാണ്. പക്ഷെ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് എങ്ങനെയാണ് തൃശ്ശൂരിൽ വോട്ടുണ്ടായത് എന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയിൽ ബോധിപ്പിക്കൂ, അപ്പോൾ കോടതി അതിന് ഉത്തരം പറയട്ടെ, ആ സമയത്ത് BJP അതിനെ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. കോടതിയെയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതേസമയം